ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. കഥാൽ പ്രിയരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കഥാവിൻ്റെ വൻ വിടുതൽ ഇപ്പോൾ നമ്മുടെ മേൽ ഇറങ്ങട്ടെ. കഥാവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ നമ്മൾ കഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഇന്ന് അനേക മക്കളെ വീണ്ടെടുത്ത് കഥാവിൻ്റെ കൃപയ്ക്ക് പാത്രമായി ദൈവരാജ്യത്തിന് യോഗ്യരാകാൻ തക്കണം ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആണ്. കഥാൽ പ്രിയരെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് അനേകരെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാൽവരിയിൽ ബലിയായ ആ കുഞ്ഞാടിൻ്റെ രക്തം ഇന്ന് അനേകരെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ രക്തത്താൽ എപ്രകാരമാണ് വിടുതൽ? ദൈവത്തിൻ്റെ രക്തത്തിന് ഒരു ശക്തിയുണ്ടോ? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ, യേശുവിൻ്റെ രക്തത്തിന് ഒരു വിടുതൽ നൽകാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഈ രക്തം നമ്മളെ വിടുവിക്കുന്നത്? എപ്രകാരമാണ് കുഞ്ഞാടിൻ്റെ രക്തം നമ്മളെ കഴുകുന്നത്? പലരും ചോദിക്കാം, രക്തം എവിടെ? രക്തം ഒന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? എന്നാൽ ഇതാ, ദൈവവചനം വിശ്വസിക്കുന്നവർക്കായി ചില ആത്മീയ മർമ്മങ്ങളെ, ചില ആത്മീയ സത്യങ്ങളെ ഇന്ന് വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ രക്തം അത് കഴുകുന്നതാണ്, അത് വിശുദ്ധീകരിക്കുന്നതാണ്, അനേകരെ നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്, അത് നേടുന്നതാണ്. ഇന്ന് കർത്താവിൻ്റെ വൻ വിടുതൽ, ആ അത്ഭുതപരമായ ആ രക്ഷ ഇത് നമ്മളിലേക്ക്, ഈ വചനം കേൾക്കുന്നതിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയരെ, എബ്രായരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. അതായത് മോശയുടെ കാലത്തെ ഉടമ്പടിയും രക്തത്താൽ ആണ് അത് ഉറപ്പിക്കപ്പെട്ടത്. അപ്പൊ രക്തത്താൽ എന്തിന് ഉടമ്പടി ഉറപ്പിക്കപ്പെടണം? മോശ നിയമങ്ങളിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെ രക്തം ജലത്തിൽ കലർത്തി ചുവന്ന ആട്ടിൻ രോമവും ഹീസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളുമേലും ആ രക്തം അവൻ തളിച്ചു. അതായത് മോശ ഇതാ രക്തം പുസ്തകത്തിൻ്റെ ഉടമ്പടിയുടെ മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് അവിടെ പഴയ നിയമത്തിൽ കൽപ്പനകളിൽ ഉറപ്പിക്കുന്നതായിട്ട്, ജനങ്ങളെ ആ കൽപ്പനയിൽ, ആ ഉടമ്പടിയിൽ ഉറപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് അതിന് കാരണം? നിയമപ്രകാരം എബ്രായരുടെ പുസ്തകം 9:22 ഇപ്രകാരം പറയാണ്: നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ വചനം പറയാണ്, രക്തം ചീന്താതെ പാപമോചനമില്ല. എന്താണ് ഇപ്രകാരം പറയാൻ സാധിക്കുന്നത്? അതായത് ഒരു വ്യക്തിയുടെ പാപം ഇരിക്കുന്നത് എവിടെയാ? അവൻ്റെ രക്തത്തിന്മേൽ ആണ് പാപം വന്ന് വീഴുന്നത്. അതായത് ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണെന്ന് നമുക്കറിയാം. ഭൗതികമായി ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. ആ ജീവനിലേക്ക് ആണ് എന്ത് വന്ന് വീഴുന്നത്? ആ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവന്റെ മേലേക്കാണ് പാപം വന്ന് വീഴുന്നത്, അല്ലെങ്കിൽ രക്തത്തിന്മേലാണ് പാപം ഇരിക്കുന്നത്. ഈ ഞാൻ പാപം ചെയ്താൽ എൻ്റെ രക്തത്തിൻ്റെ മേൽ എന്ത് വരും? പാപം വരും. ഈ പാപത്തിന് മോശയുടെ നിയമപ്രകാരം എന്ത് ചെയ്യണം? എൻ്റെ രക്തം പാപം ചെയ്തതിന് പരിഹാരം എന്ത് ചെയ്യണം? ഈ പാപത്തിന്മേലുള്ള രക്തം എനിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു മനുഷ്യന് രക്തം കൊടുക്കാൻ സാധിക്കത്തില്ല, കാരണം അവൻ മരിച്ചു പോകും. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യും? എനിക്ക് പകരം എൻ്റെ പാപങ്ങൾ ചുമത്തപ്പെട്ട ആടിനെ ഞാൻ പരിഹാരമായിട്ട് ഞാൻ എന്ത് ചെയ്യും? പരിഹാരം നൽകും. അപ്പോൾ എൻ്റെ രക്തത്തിൻ്റെ മേലുള്ള പാപം ഇത് ആടുകളുടെ മേൽ, അല്ലെങ്കിൽ ആ കോലാടുകളുടെയും ആ പശുക്കിടാങ്ങളുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ആ പാപത്തിന്, എൻ്റെ പാപത്തിന് പകരമായി ഈ പാപം അവരിലേക്ക് അപ്ലൈ ചെയ്യുകയും എൻ്റെ രക്തത്തിന് പകരമായിട്ട് ഈ പശുക്കിടാങ്ങളുടെ അല്ലെങ്കിൽ ആടിൻ്റെ മേലുള്ള രക്തം എനിക്ക് മറുവിലയായിട്ട് അതാണ് കൊടുക്കുന്നത്. അപ്പോൾ പാപപരിഹാരം നടത്തിക്കഴിഞ്ഞാൽ ഓരോ കൽപ്പനയും ഞാൻ വായിക്കും. അവിടെ പുരോഹിതൻ കൽപ്പന വായിക്കും, ഒരു 1-ാം കൽപ്പന വായിക്കും, ഞാനത് ഏറ്റുപറയും. അപ്പോൾ പുസ്തകത്തിൻ്റെ മേലും എൻ്റെ മേലും തളിച്ചുകൊണ്ട് ആ ഓരോ കൽപ്പനയും ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അത് നമ്മൾ ഉറപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പാപപരിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതാ എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി ഒരുവൻ മറുവിലയായിട്ട് ബലിയായി. അതായത് എൻ്റെ പാപത്തിനും നിങ്ങളുടെ പാപത്തിനും മറുവിലായി നമ്മുടെ പാപത്തെ ഒരുവൻ തന്നിലേക്ക് ഏറ്റു. അതായത് നിഷ്കളങ്കമായ രക്തത്തിൻ്റെ മേലെ പാപം ചുമത്താൻ പറ്റത്തുള്ളൂ.
കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കമായ ആ കുഞ്ഞാടിൻ്റെ മേൽ കെട്ടിവെക്കുമ്പോൾ പാപമില്ലാത്ത ഒരുവൻ ആ പാപം തന്നിലേക്ക് വഹിച്ചുകൊണ്ട് പെസഹ കുഞ്ഞാടായ യേശു എൻ്റെയും നിങ്ങളുടെയും പാപ സ്വന്തം ശരീരത്തിൽ ഏറ്റുകൊണ്ട് കാൽവരിയിൽ ബലിയായപ്പോൾ അവൻ്റെ രക്തം നമുക്ക് വേണ്ടി, ആ രക്തം ചീന്തിയപ്പോൾ എനിക്കും നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി എൻ്റെ രക്തം കൊടുക്കേണ്ടതിന് പകരം അവൻ രക്തം കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ രക്തം കൊടുക്കേണ്ട, എൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ട പകരം എനിക്കായിട്ട് അവൻ ജീവൻ നൽകി. എൻ്റെ രക്തത്തിന് പകരം അവൻ്റെ രക്തം കൊടുത്തുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയും ഇന്ന് അവൻ്റെ രക്തത്തെ കർത്താവ് നേടി. ഇവിടെ വചനം പറയുകയാണ്, എബ്രായർ 9:27, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യമായി ഏകബലിയായി അവൻ അർപ്പിക്കപ്പെട്ടു. അതായത് സ്വർഗത്തിലെ ഒരു ബലി, ഏകബലി നടന്നു കഴിഞ്ഞു. കുഞ്ഞാടിൻ്റെ മേൽ കെട്ടിവെച്ച് പാപപരിഹാരം ചെയ്യുന്ന പഴയ ബലിക്ക് പകരം ഇതാ അവൻ്റെ രക്തത്തിൽ അവൻ നിന്ന് വീണ്ടെടുത്തിരിക്കണം. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ പവർ എന്താണ്? നിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് നിന്നെ കഴുകി ശുദ്ധീകരിക്കുന്ന, നിനക്ക് വേണ്ടി മറുവിലയായ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിൻ്റെ രക്തത്താൽ ഇവിടെ വിടുതലാണ്. ആ വിടുതലിൻ്റെ ശക്തി എന്താണ്? നിന്റെ പാപങ്ങളെ കഴുകി. അതായത് പാപം എന്നിലുണ്ടെങ്കിൽ മരണമാണ്. അപ്പോൾ എൻ്റെ മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നത്, എൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്, എൻ്റെ രക്തത്തിൽ വന്ന പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നത് ആ യേശുവിൻ്റെ രക്തമാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവനിലും, കാൽവരിയിൽ വിശ്വസിക്കുന്ന ഏവനിലേക്കും ആ വിടുതൽ ഇറങ്ങി വരികയാണ്. കാൽവരിയുടെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏവൻ്റെ മേലിലും എനിക്ക് ഉണ്ടാകുന്ന മരണത്തെ ആ രക്തം മാറ്റി എനിക്ക് ലാഭം തരികയാണ്. എൻ്റെ മരണത്തെ മാറ്റി എനിക്ക് ജീവൻ നൽകുകയാണ്. എൻ്റെ ശാപത്തെ മാറ്റി എനിക്ക് അനുഗ്രഹം നൽകുകയാണ്. ആ രക്തത്തിൻ്റെ പവർ എന്തെന്ന് ചോദിച്ചാൽ അതെൻ്റെ വിടുതലിൻ്റെ, എൻ്റെ ജീവൻ്റെ, എൻ്റെ അനുഗ്രഹത്തിൻ്റെ വിടുതലാണ്. യേശുവിൻ്റെ രക്തം നിന്റെ ജീവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യം ഇപ്രകാരം പറയുന്നു: എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മളുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പാപത്തിൽ കിടന്ന നീ മരിക്കുന്നതിന് പകരം നിനക്ക് ജീവൻ നൽകിക്കൊണ്ട് തൻ്റെ പുത്രനായ യേശുവിൻ്റെ മരണത്തിലൂടെ നിന്നെ നേടിയെടുക്കുകയാണ്. നീ മരിക്കുന്നതിന് പകരം തൻ്റെ പുത്രനെ ബലിയായി നൽകി. അതെന്തിനാ? നീ മരിക്കാതിരിക്കാൻ, നിന്നെ നേടേണ്ടതിന് താൻ തന്നെയായ ദൈവം തന്നെ നമുക്ക് മറുവില കൊടുത്തു. നമ്മൾ ഓരോരുത്തരും മരിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി ദൈവം തൻ്റെ ജീവനെ നൽകി. അപ്പോൾ നമ്മളുള്ള സ്നേഹത്തെയാണ് നമ്മൾ ഓരോരുത്തരും നശിച്ചു പോകരുത്, നരകത്തിലേക്ക് പോകരുത്, പാപത്തിൻ്റെ ശാപത്തിൻ്റെ സന്തതികളാകരുത്. നമ്മൾ ശാപത്തിലും നരകത്തിലും പോകാതിരിക്കാൻ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നീ മരിക്കാതെ നിന്നെ നേടിയിട്ട് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലിയായി നൽകി. തുടർന്ന് 9-ാം വാക്യം റോമർ 5:9 ഇപ്രകാരം പറയുന്നു: ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട, ജസ്റ്റിഫിക്കേഷൻ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. അവൻ്റെ രക്തത്താൽ നീ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നീ നീതീകരിക്കപ്പെടുക, നിൻ്റെ പാപങ്ങളെ മാറ്റി, നിൻ്റെ ശാപങ്ങളെ മാറ്റി നിനക്ക് ഒരു നിത്യജീവൻ, അല്ലെങ്കിൽ നിനക്ക് ദൈവത്തിരുമുമ്പിൽ പാപത്തെ കഴുകപ്പെട്ട് നിൻ്റെ പാപങ്ങൾ തുടച്ചു മാറ്റി ദൈവം നീതി നിനക്കായിട്ട് ഒരുക്കുകയാണ്. എങ്ങനെയാണ് നീതി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചത്? യേശുവിൻ്റെ രക്തത്താൽ. യേശുവിൻ്റെ രക്തം വഴി നീതീകരണവും യേശുവിൻ്റെ രക്തത്തിലുള്ള വിടുതൽ ലഭിച്ചുകൊണ്ട് പാപം മൂലമുള്ള ദൈവക്രോധത്തിൽ നിന്ന് ദൈവം നമ്മളെ
അകറ്റിയിരിക്കുകയാണ്, മാറ്റിയിരിക്കുകയാണ്. അതായത് രണ്ട് കാര്യങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ അവിടെ സംഭവിച്ചു. നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് നീതീകരണം, രണ്ടാമത് പാപം മൂലം നീ ദൈവക്രോധത്തിൽ നിന്ന് ദൈവക്രോധം വന്ന് വീഴുന്നു നിന്ന് ദൈവം നിന്നെ മാറ്റിയിരിക്കുകയാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. നമുക്ക് വായിക്കാം 1 യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതെ, ആ സുവിശേഷം പറഞ്ഞതാണ്, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തത്തിൽ ഒരു അത്ഭുതകരമായ ശുദ്ധീകരണമുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ ഒരു ഡിവൈൻ വീണ്ടെടുപ്പുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ ഒരു വിശുദ്ധമായ ഒരു കഴുകലുണ്ട്, ഒരു ശുദ്ധീകരണമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 53-ാം വാക്യം ഇപ്രകാരം പറയുന്നു. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. യേശുവിൻ്റെ രക്തം പാനം ചെയ്യുകയും അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. യേശുവിൻ്റെ രക്തത്തിൽ പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാ, യേശുവിൻ്റെ രക്തം നിനക്ക് ജീവൻ നൽകുന്നതാണ്. യേശുവിൻ്റെ രക്തം നിന്നെ കഴുകുന്നതാണ്. യേശുവിൻ്റെ രക്തം നിന്നെ വീണ്ടെടുക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം നിന്നെ നീതീകരിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തങ്ങളുടെ വിടുതൽ നൽകുന്നതാണ്. കർത്താവിൽ പ്രിയരെ, ഇതാ യേശുവിൻ്റെ രക്തം വിജയം നൽകുന്നതാണ്. സാത്താൻ്റെ എല്ലാവിധ കെട്ടുകളിൽ നിന്നും വിജയം വരിക്കാൻ ഇതാ യേശുവിൻ്റെ രക്തം ഒരു വ്യക്തിയെ സഹായിക്കും. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വായിക്കും, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗത്തിലിതാ പിശാചിനെയും അവൻ്റെ ദൂതന്മാരും വലിച്ചെറിയപ്പെടുകയാണ്. സ്വർഗത്തിലൊരു വലിയ സ്വരം അവിടെ കേൾക്കുകയാണ്. തൻ്റെ മക്കളെ വീണ്ടെടുത്ത യേശുവിൻ്റെ വിജയം അവിടെ ആഘോഷിക്കുകയാണ്. വെളിപാട് 12:11 ഇപ്രകാരം പറയുന്നു, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ സാക്ഷ്യം കൊണ്ട് അവരുടെ യേശുവിലുള്ള അവരുടെ സാക്ഷ്യം കൊണ്ടും അവൻ്റെ അന്ധകാരക്കെട്ടുകളുടെ മേൽ വിജയം നേടിയ സ്വർഗത്തിലെ വ്യക്തികളെ, വിശുദ്ധരെ അവിടെ കാണാൻ സാധിക്കും. ആ വിശുദ്ധരെ വിശുദ്ധീകരിച്ചത് യേശുവിൻ്റെ കൃപയും യേശുവിൻ്റെ രക്തവും അവരെ നേടിയിരിക്കുകയാണ്. അന്ധകാരക്കെട്ടുകളുടെ സാത്താൻ്റെ മേൽ, തിന്മയുടെ മേൽ വിജയം വരിക്കാൻ ഇതാ യേശുവിൻ്റെ രക്തം വിശുദ്ധരെ സഹായിച്ചു. സ്വർഗത്തിൽ ആ വിശുദ്ധർ വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ വിജയം അവർ ആഘോഷിക്കുകയാണ്. അവരെ വിശുദ്ധീകരിച്ച, അവരെ വീണ്ടെടുത്ത കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ അവർ സന്തോഷിച്ച് ആർത്തുപാടുന്നു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം നിന്നെ വിടുവിക്കുന്നതാണ്. കർത്താവിൽ പ്രിയരെ, വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ആത്മീയ ഗുരു ഇപ്രകാരം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്, ഏതൊരുവനും പാപത്തിൽ വീണാനുള്ള അവസരമുണ്ടായാൽ നിങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. നിന്റെ കണ്ണുകൾ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ നീ രക്തത്താൽ വിശുദ്ധീകരിച്ചോണം. കണ്ണിൽ നിന്ന് നിന്റെ ചിന്തയിലേക്ക് പാപത്തിൻ്റെ ചിന്തകൾ ചെല്ലുമ്പോൾ ആ സ്റ്റെപ്പ് 2 അവിടെ വെച്ച് തന്നെ യേശുവിൻ്റെ രക്തത്താൽ കഴുകിക്കണം. ഇല്ലെങ്കിൽ സ്റ്റെപ്പ് 3 നിന്റെ ചിന്തയിൽ നിന്ന് പാപം പ്രവർത്തനത്തിലേക്ക് പോകും. അതുകൊണ്ട് സ്റ്റെപ്പ് 1 കാണുക, സ്റ്റെപ്പ് 2 അതിനെ ചിന്തയിൽ പ്രോസസ്സ് ചെയ്യുക, സ്റ്റെപ്പ് 3 പാപം പ്രവർത്തിക്കുക. നീ കാണുമ്പോൾ, ഇന്ദ്രിയങ്ങളോട് നീ അനുഭവിക്കുമ്പോഴേ നീ യേശുവിൻ്റെ രക്തത്താൽ കഴിക്കണം. രണ്ടാമത് ഇനി അവിടുന്ന് പറ്റിയില്ലെങ്കിൽ ചിന്തയിൽ വന്നപ്പോൾ വരുമ്പോഴേ യേശുവിൻ്റെ രക്തത്താൽ കഴിക്കണം. ഇപ്രകാരം സ്റ്റെപ്പ് 1-ലും സ്റ്റെപ്പ് 2-ലും വെച്ച് യേശുവിൻ്റെ രക്തത്താൽ ആ പാപത്തിൻ്റെ അനുഭവങ്ങൾ കഴിവുകയാണെങ്കിൽ പാപം പ്രവർത്തിക്കാനുള്ള ടെൻഡൻസിയിൽ നിന്ന് നിന്നെ വിടിരിക്കും. ഞങ്ങളുടെ ആത്മീയ ഗുരു ഞങ്ങളുടെ ആത്മീയ വളർച്ചയിൽ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. അത് വളരെ സത്യമാണ്. യേശുവിൻ്റെ രക്തത്താൽ വാഷ് ഔട്ട് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് എന്നൊരു പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആ പാപത്തിൻ്റെ അനുഭവം ചിന്തയും മാറിപ്പോകുന്നത് ഇന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. യേശുവിൻ്റെ രക്തം നിങ്ങളെ വിടുവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അനുഭവത്തിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കും. കർത്താവിൻ്റെ രക്തം നിന്നെ കഴുകും. കർത്താവിൻ്റെ രക്തം നിന്നെ വിശുദ്ധീകരിക്കും. കർത്താവിൻ്റെ രക്തം നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് വിശുദ്ധിയുള്ളവനാക്കി മാറ്റും. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ കർത്താവിൻ്റെ രക്തം ഇന്ന് വിടുവിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.